രാം നാരായൺ രാം. ഇത്തരത്തിലുള്ള നിരവധി ഭൂമികളുണ്ട്. എല്ലാവരും ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. എന്നാൽ പണം ഉള്ളവർക്ക് അവരുടെ ബോഗിയിൽ റിസർവ് എന്നത് എഴുതിയിരിക്കും. കുറച്ചു നേരം മുൻപ് വന്ന ആളൊരുത്തൻ ഏറെ സൗകര്യത്തോടെ യാത്ര ചെയ്യുന്നു. റിസർവ് എന്ന വാക്ക് ഉള്ളപ്പോൾ ഈ ഭൂമിയും റിസർവ് ആകുമോ? എന്നാൽ ആരുടെ വേണ്ടി? മഹാശാന്തിയിൽ മുഴുകിയവർക്കോ? അവിടെയുള്ള കാറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള ഒരു ശക്തി അവിടെത്തുമ്പോൾ അവരുടെ ദേഹം തേനിൻ്റെ മാധുര്യത്തോടെ നിറയുന്നു. എങ്ങനെ വെള്ളം ഫ്രിഡ്ജിൽ വച്ചാൽ മഞ്ഞായി മാറുന്നുവോ അതുപോലെ ശാന്തിയുടെ ഓരോ അണുവും ചേർന്നു ആ ഭൂമി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷത്തെ നമ്മുടെ ശാന്തി അനന്തകാലത്തേക്ക് മഞ്ഞായി മാറുന്നു. ആ ഭൂമി ഓരോ നിമിഷവും ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്നു. അത്തരം അത്ഭുത ഭൂമിയെ ആലോചിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. അവിടെ അശാന്തിയില്ല, ആളുകളുമില്ല. പക്ഷേ ശാന്തിയെ തേടിയാൽ മഹാശാന്തിയുടെ ചിദാനന്ദത്തിൻ്റെ കൊടുങ്കാറ്റ് അവിടെ വീശിയിരിക്കുന്നു. സോമരസത്തിൻ്റെ മാധുര്യവും പരമാനന്ദത്തിൻ്റെ സാന്നിധ്യവും എവിടെയായാലും എല്ലാറ്റിലും ഒരു അളവുണ്ടാകും. 1 കോടിയോളം അളവിലെത്തുമ്പോൾ നമ്മളെപ്പോലെ അനേകം ഭൂമികൾ കാണാം. ഈ ഫാക്ടറിയിൽ നമ്മുടെ ശരീരം രൂപപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശാന്തിയെ തേടിയിറങ്ങുന്നു, പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ ഫാക്ടറിയുടെ സഹായത്താൽ നമ്മുടെ ശാന്തിയെ തിരിച്ചറിയണം. അതിനാൽ ഈ വസ്ത്രം കൂടുതൽ മനോഹരമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ശക്തിയിൽ ഒരു സെൻസ് ഉണ്ട്. ആ സെൻസിൽ ഒരു സെന്റ് ഉണ്ട്. ഒരു ചെറിയ സെന്റ് തുള്ളി ഒരു നിമിഷം കൊണ്ട് പരിസരമെങ്ങും സുഗന്ധം പരത്തും. അതുപോലൊരു നിമിഷാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഈ വസ്ത്രം പോലെ തന്നെ നമ്മളും അവിടെത്തും. അവിടെത്തുന്ന വർഷം അത് ജ്യോതിർമയ രൂപമായി ജാഗരൂകനാകും.